നമ്മളെല്ലാവരും നല്ല കാശ് മുടക്കി നല്ല വീടൊക്കെ പണിയും വലിയ ഫ്ലാറ്റൊക്കെ പണിയും കുറെ പൈസ മുടക്കി ഇന്റീരിയർ ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഫസ്റ്റ് അതിന്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് നല്ലൊരു കിടക്ക വേണം എന്നുള്ളതാണ്, നല്ല മാട്രസ് വേണം എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ മാട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ടു ബൈ എ ഗുഡ് മാട്രസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മുടെ ബൈപ്പാസിൽ പാലാരിവട്ടത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ബൈപ്പാസിൽ ഉള്ള മാട്രസ് ക്ലബിന്റെ ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ മാട്രസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. സോ മീറ്റ് മൈ ഫ്രണ്ട് മാർട്ടിൻ. മാർട്ടിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ IT നെറ്റിലെ ഫൈസൽക്കയാണ്. അപ്പോൾ അതിനോട് പറഞ്ഞു സുജിത് മാട്രസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാവൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഫൈസൽക്ക പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് ഞാനും കരുതി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് മാർട്ടിനെ പരിചയപ്പെട്ടു. മാർട്ടിൻ നമുക്ക് എൻ്റെ റിക്വയർമെന്റ്സ് എല്ലാം പറഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ വന്ന് ഞങ്ങൾ കിടന്ന് നോക്കി മാട്രസ് സെലക്ട് ചെയ്തു. നമ്മൾ കിടന്ന് നോക്കി വേണം മാട്രസ് സെലക്ട് ചെയ്യാൻ. വേണമെങ്കിൽ എന്താ പറയുക, ഈ മാട്രസ് സെലക്ട് ചെയ്യാനായിട്ടേ കുറേ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ടല്ലോ. അതെ, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ എടുത്തത് ഓർത്തോപീഡിക് മാട്രസ് ആണ്. കാരണം അവരാണ് ഏറ്റവും ഭയങ്കര പ്രശ്നം. കാരണം അവർക്ക് പ്രായമായ നടുവേദന കാര്യങ്ങൾ പ്രശ്നങ്ങൾ, അവർക്ക് മാട്രസ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഉറക്കം കിട്ടായ്മ മാത്രമല്ല മറ്റനേകം ഹെൽത്ത് ഇഷ്യൂസും ബാക്കിയുള്ള സംഭവം ഉണ്ടാവും. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം ഞാൻ പോലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, കാരണം നമ്മൾ എൻ്റെ ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ ഈ 365 ദിവസത്തിൻ്റെ പകുതിയെങ്കിലും ഞാൻ ഹോട്ടലുകളിലാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ യാത്രകളായിരിക്കും. അപ്പോൾ ഈ ഹോട്ടലുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ഓരോ ഹോട്ടൽസിലും പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാട്രസുകളായിരിക്കും. അങ്ങനെ ഒരു വലിയൊരു ബാക്ക് പെയിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ നോ ദ റിയൽ പെയിൻ ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഞാനും ശ്വേതയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം തണ്ടും തടിയുള്ള ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ അതും ഒരു പ്രശ്നമാണല്ലോ. നമുക്കിവിടെ കുറെ മാട്രസുകൾ നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണാം. ഇവിടെ 3 വെച്ചിട്ടുണ്ട്, ഇവിടെ കുറെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മാട്രസ് സെലക്ട് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് സ്പ്രിംഗ് ഉള്ള മാട്രസ് വേണ്ടെന്നുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്പ്രിംഗ് ആണ് വലിയ പ്രശ്നക്കാരൻ. സ്പ്രിംഗ് ശരിക്കും എന്താ അങ്ങനെ സ്പ്രിംഗ് പ്രശ്നക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. ഏത് പൊസിഷനിലാണ് സ്ലീപ്പ് ചെയ്യുന്നത്, വാട്ട് ഈസ് യുവർ കൈൻഡ് ഓഫ് സ്ലീപ്പ്, സൈഡ് സ്ലീപ്പർ ആണോ ബാക്ക് സ്ലീപ്പർ ആണോ, അത് ഒരു ഘടകമാണ്. 2 ബോഡി വെയിറ്റ്. ഇഫ് യു ആർ സ്ലൈറ്റ്ലി ഓൺ എ ഹെൽത്തി സൈഡ് സ്പ്രിംഗ് മാട്രസ് അനുയോജ്യമല്ല. ഒരു 80 കിലോ മുകളിലേക്കുള്ള ഒരാളാണെങ്കിൽ സ്പ്രിംഗ് മാട്രസ് അത്രയും അഡ്വൈസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ മോഡൽ അന്ന് സുഹിത്ത് യൂസ് ചെയ്യുന്ന ക്ലാസിക് എന്നുള്ള മോഡല് ഇതാണ് നമ്മൾ വീട്ടിലേക്ക് എടുത്ത മോഡല്. സോ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം ഫേംനെസ് ഉള്ള സൈഡ് സ്ലീപ്പർ ആയിട്ടുള്ള സുജിത്തിനെ പോലുള്ളവർക്കുണ്ട്. സൈഡ് സ്ലീപ്പറിനുള്ള ഒരു സ്പ്രിംഗേ ഇല്ല, സ്പ്രിംഗ് 0 ആണ്. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ. ഇതാണ് അതെ, ഇത് വരുന്നത് സെക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബയോളജി ക്ലാസ്സിൽ അനാട്ടമി ക്ലാസ്സിലൊക്കെ ഹൃദയവും മറ്റേ സംഭവങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഇതിനകത്ത് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഹൈ ഡെൻസിറ്റി കോയറും ഇത് നാച്ചുറൽ ലേറ്റക്സും ആണ് വരുന്നത്. ഇതെല്ലാം അതാണ് ഈ മാട്രസിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഫാബ്രിക് വന്നിട്ട് ടെൻസിൽ ഫാബ്രിക്, വുഡ് പൾപ്പിന്റെ യൂസ് ചെയ്തിട്ടുള്ള യാണ് യൂസ് ചെയ്തിട്ടുള്ള ഈ മാട്രസ് ക്ലബ് എന്നുള്ളത് നിങ്ങളുടെ ബ്രാൻഡാണ്? മാട്രസ് ക്ലബ് ഒരു 54 വർഷമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ തുടങ്ങിയ ബ്രാൻഡാണ് അല്ലേ? അതെ, അപ്പായിട്ട് തുടങ്ങിയതാണ്. 55 വർഷമാവും ഈ സെപ്റ്റംബർ ആവുമ്പോൾ. 55 വർഷമായിട്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവർക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ ഓൾ കേരള ഉണ്ടല്ലേ? നമ്മൾ ഓൾ കേരള, കോഴിക്കോട് തൊട്ട് കൊല്ലം വരെ നമുക്കൊരു 10 ലൊക്കേഷൻ ഉണ്ട്. അതിൽ 6 കട വരുന്നത് കൊച്ചി തന്നെയാണ്. ഇത് ഇങ്ങനെ ഈ ഒരു കളറും നോക്കണ്ടേ, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവര് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബെഡ്, നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കട്ടിലാണല്ലോ, ആ ബെഡിന്റെ ഒക്കെ അളവ് കൃത്യമായിട്ട് എടുത്ത് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവര് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തന്നത്. അത് കറക്റ്റായിട്ട് നോക്കണം. കാരണം നമ്മുടെ ബെഡിന്റെ കറക്റ്റ് സൈസിനനുസരിച്ച് മാട്രസ് എടുക്കുക എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് വീണ്ടും വലിയൊരു ഫാക്ടറാണ്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ കട്ടിലിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ഈ ഒരു പൊസിഷനെങ്കിലും കിട്ടുന്നത്, കട്ടിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഒത്തിരി താന്നു പോയ പ്രശ്നമാണ്, ഒത്തിരി പൊക്കം വന്നാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ കട്ടില് ഹൈറ്റ് കുറവാണെങ്കിൽ മാട്രസ് അതനുസരിച്ച് ഹൈറ്റ് കൂടി എടുക്കണം. ഐഡിയലി നമ്മൾ ഇരിക്കുമ്പോൾ കട്ടിലും മെത്തയും കൂടെ കൂട്ടി കഴിയുമ്പോൾ 24 ഇഞ്ച്, അതായത് 2 അടിയിൽ മുകളിലോ കുറയാനോ പാടില്ല. അപ്പോൾ ഒരു 5 foot 6 inches ഉണ്ട് ഒരാളാണെങ്കിൽ അതാണ് ഐഡിയൽ സീറ്റിംഗ് ഹൈറ്റ്. അപ്പോൾ മുട്ടിനുള്ള സ്ട്രെയിൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുതിർന്നവർ, പ്രായമുള്ളവരാണെങ്കിലും ഈവൻ കുട്ടികളാണെങ്കിലും ഒരുപാട് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ വീണാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രായമുള്ളവർക്ക് കുത്തി പൊങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ എടുത്ത മോഡല് ക്ലാസിക് മോഡൽ. പിന്നെ ഓർത്തോപെഡിക് എന്ന് പറയുന്നത് നമ്മള് ഫാദർ അച്ഛന്റെ റൂമിലേക്ക് എടുത്ത മോഡലാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് മെമ്മറി ഫോമിന്റെ മാട്രസ് ആണ്. മെമ്മറി ഫോം ആണ് ടോപ്പ് വരിക.
താഴെ വരുന്നത് കൊയറിന്റെ ബേസ് ആണ് വരുന്നത്. ഇതാണ് നമ്മളെ പാരന്റ്സിന്റെ റൂമിലേക്ക് അന്ന് ചൂസ് ചെയ്തത്. പക്ഷെ അവർ എക്സ്ട്രീംലി ഹാപ്പി ആട്ടോ ആ കാര്യത്തില്. ഒരു കാര്യത്തില് അവർക്ക്, കാരണം എനിക്ക് അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നാട്ടിൽ ഞങ്ങൾ കോഴഞ്ചേരി ഞങ്ങൾ താമസിച്ചിട്ടുള്ള സ്ഥലത്ത് അവര് ബെഡ് ശരിയല്ലാന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ റൂം അവർ കൈയടക്കി. അബിക്ക് അവരുടെ റൂം കൊടുത്ത് അബിയുടെ റൂമിൽ നിന്ന് കെട്ടടിച്ച് അബിയുടെ റൂം അവർ കൈയടക്കിയിരുന്നു. കാരണം അബിയുടെ റൂമിൽ കിടന്ന ബെഡ് അവർക്ക് കംഫർട്ടബിൾ ആയിരുന്നു, അവരുടെ റൂമിൽ കിടന്ന ബെഡ് അവർക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇതായിട്ട് ഇപ്പം നമുക്ക് നിങ്ങളുടെ ഈ മെത്ത നമ്മളിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് 10 years വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെയാണോ? 10 years നമ്മളുടെ ഓരോ മോഡൽ അനുസരിച്ചാണ്. 10-ന്റെ ഉണ്ട്, 2 yearsന്റെ ഉണ്ട്, 20 yearsന്റെ ഉണ്ട്. ഇതെല്ലാം വരുന്നതെന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ മോഡലിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് അനുസരിച്ച്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് മോഡൽ ആണെങ്കിൽ 2 years വരെ വാറണ്ടി ഉണ്ടാവുള്ളൂ. ബാക്കി ഓരോ മോഡലിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാനിപ്പം ഒരു മെത്ത വാങ്ങിച്ചുകൊണ്ട് പോയി, എനിക്ക് അത് കടന്നിട്ട് തീരെ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര നടുവേദന ആവുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മളുടെ ഇതിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈൻ പർച്ചേസുകൾക്ക് നമ്മളുടെ സ്റ്റോറുള്ള സ്ഥലങ്ങളിലെല്ലാം വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. ഓൺലൈൻ വാങ്ങിക്കുന്നത് നമുക്ക് mymattressclub.com പേജിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് 100 days ട്രയൽ ഉണ്ട്. സോ ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ജെനുവൻ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ് നമ്മൾ സാധനം തിരിച്ചെടുക്കും. കാശ് റീഫണ്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും, അല്ലെ മോഡൽ മാറ്റി കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ പോളിസി. അത് ശരി. ഓക്കെ. അപ്പൊ പല ആൾക്കാരും ഇപ്പൊ മാട്രസുകൾ ഇഷ്ടംപോലെ ഓൺലൈൻ വാങ്ങാൻ പറ്റുന്നു. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ അവർ കൊടുക്കുന്ന ഒരു മെയിൻ ഒരു ഇതാണ് മണി ബാക്ക്, അല്ലെങ്കിൽ റിട്ടേൺ എടുക്കും ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് കടയില്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ടെമ്പററി നാട്ടിലേക്ക് വരുമ്പോൾ തൽക്കാലം 10 ദിവസം ഉപയോഗിച്ച് പോകുന്നതിന് മുമ്പ് തിരിച്ചു വന്നിട്ട് അവർ പോകും, എന്നിട്ട് കാശ് തിരിച്ചു വാങ്ങി. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ അതാണ് ഓൺലൈൻ അത് ജെനുവൻ ആയിട്ടുള്ള ഒരു ഐഡിയ കൂടെ പറഞ്ഞു കൊടുത്തു അറിയാത്ത ആൾക്കാർ. ഇവിടെ കുറെ മോഡൽസ് കാണാം. നിങ്ങളുടെ പ്രൈസ് റേഞ്ച് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ്? നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 1800 ഒരു സിംഗിൾ മാട്രസിന് തുടങ്ങി ഓൾ ദ വേ 1,20,000 വരെയുള്ള മാട്രസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മാട്രസ് എല്ലാം കൂടെ നിങ്ങൾ ബില്ല് തന്നായിരുന്നു, ഞാൻ പ്രൈസ് കണ്ടായിരുന്നു. അതൊരു മീഡിയം റേഞ്ച് മാട്രസുകളാണ്? ഒരു സ്ലൈറ്റ് മിഡ് റേഞ്ചും ഉണ്ട്. അതിലിപ്പോ ഫാദറിന്റെ ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മോഡലുകളും തന്നെ സ്ലൈറ്റ്ലി അബവ് മിഡ് റേഞ്ച് ആയിട്ട് റേഞ്ച് ആണ്. ഓക്കെ. അപ്പൊ ഈ വില കൂടുന്നവരെ ഏറ്റവും വില കൂടിയ മാട്രസിന്റെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ? ഏറ്റവും വില കൂടിയ മാട്രസ് എന്ന് പറയുന്നത് ഫുൾ ലാറ്റക്സിന്റെ മാട്രസ് ആണ്. അപ്പൊ അതിൽ കയറേ ഇല്ല? അതിൽ കയറില്ല, ഫുൾ ലാറ്റക്സ് ഫോം ആണ്. ഈ ലാറ്റക്സും കയറും തമ്മിൽ എന്താണ് ബേസിക്കലി, എന്താണ് ഇതിനകത്ത് കംഫർട്ട് ലെവലിന്റെ വ്യത്യാസം? ലാറ്റക്സ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അതിൽ തന്നെ ഡെൻസിറ്റി മാറും, അതിന്റെ ഫീല് മാറ്റാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ കൊയർ എന്ന് പറയുന്നത് എപ്പോഴും ഫേം ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് ബേസിക്കലി അതിന്റെ കോറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ മുകളിലേക്ക് മെമ്മറി ഫോമോ ലാറ്റക്സോ ഇട്ടിട്ട് നമ്മൾ ലെയറിങ്ങിന് അത് യൂസ് ചെയ്യണം. കൊയർ എപ്പോഴും ഒരു ബേസ് ആയിരിക്കും. കൊയർ ബേസ് ആയിരിക്കും, അതിന്റെ മേളിൽ ലാറ്റക്സും മെമ്മറി ഫോമോ ഒക്കെ വിട്ട് പല രീതിയിൽ ഇതിങ്ങനെ ലെയറിംഗ് നടത്തി ഇത് ഒരു മാട്രസ് പല കംഫർട്ടിലുള്ള മാട്രസ് ആക്കി മാറ്റും. ഇപ്പൊ ഈ വീഗൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ 100% വീഗൻ ആൻഡ് ക്രുവൽറ്റി ഫ്രീ മാട്രസ് എന്ന് പറഞ്ഞ പരസ്യം കണ്ടു. വാട്ട് ഈസ് ദാറ്റ്? വീഗൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് വി ആർ ദി ഫസ്റ്റ് കമ്പനി ടു ഡു ഇറ്റ്. ആസ് ഇൻ സർട്ടിഫൈഡ് ആണ്, ബെറ്റർ അപ്രൂവ്ഡ് ആണ്. ഇതെങ്ങനെയാണ് വീഗൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആനിമൽ ക്രുവൽറ്റി ഇൻവോൾവ് അല്ല, ഇതിലെ കെമിക്കൽസ് അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഒന്നും ആനിമൽ ടെസ്റ്റഡ് അല്ല, നമ്പർ 1. ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാബ്രിക് വുഡ് പൾപ്പിന്റെ ഇതിൽ നിന്ന് വരുന്നതാണ്. അഗൈൻ ഇപ്പൊ പ്രീമിയം മാട്രസ് എന്ന് പറഞ്ഞിട്ട് ഈ 3-4 ലക്ഷം രൂപയുടെ മാട്രസ് വരുമ്പോൾ അവർ ലക്ഷറിക്ക് വേണ്ടി ചെയ്യുന്നത് വൂള് കയറ്റും. സോ അഗൈൻ അത് ആനിമൽ ക്രുവൽറ്റി ഇൻവോൾവ് ആണ്. ലെതറിന്റെ സൈഡ് കേസിങ് കൊടുക്കും. ഇതെല്ലാം ആനിമൽ ക്രുവൽറ്റി, അതായത് ഫോക്സ് ലെതർ അല്ല, റിയൽ ലെതർ ചെയ്യും. ഇതെല്ലാം ലക്ഷറി കൂട്ടും, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആനിമൽ ക്രുവൽറ്റി ഉണ്ട് അതിൽ. അത് ഒഴിവാക്കിയിട്ടുള്ള മാട്രസുകളാണ് നമുക്കൊരു 3 എണ്ണം ഉള്ളത് വീഗൻ മാട്രസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഷോറൂംസ് ഉണ്ട്? കോഴിക്കോട്, എറണാകുളം, കൊല്ലം, തൊടുപുഴ. ഇനി സൂൺ ഇൻ ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂർ. മാട്രസ് ക്ലബിൽ മാട്രസസ് അവൈലബിൾ ആണ്, പില്ലോസ് അവൈലബിൾ ആണ്, ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ്, ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, സ്ലീപ്പ് ആക്സസറീസ് എല്ലാം തന്നെ എക്സെപ്റ്റ് ഫർണിച്ചർ, ബാക്കി എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് മാട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് ദം. കഴിഞ്ഞൊരു 10-50 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. നമ്മുടെ പൊളിച്ചു പണിത പാലാരിവട്ടം പാലമാണ് ഈ കാണുന്നത്, ബൈപ്പാസിലെ പാലാരിവട്ടം പാലം. ആ പാലാരിവട്ടം പാലം ഇറങ്ങി നമ്മൾ സർവീസ് റോഡിലൂടെ വരുമ്പോഴത്തേക്കിനും ഇവിടെയാണ് നമ്മുടെ മാട്രസ് ക്ലബിന്റെ ഷോറൂം വരുന്നത്. സോ യു ക്യാൻ കം ഹിയർ ഫോർ എനി കൈൻഡ് ഓഫ് മാട്രസ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഷാൽ വി ഗോ? യെസ്. ഇതെന്തുവാ?
മാട്രസ്, പില്ലോ കവർ. മാട്രസ് വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങി വന്ന് നമ്മൾ 2 ഹെൽമെറ്റ് വാങ്ങിച്ചു ഗൈസ്. നോക്കൂ, നമ്മുടെ പഴയ ഹെൽമെറ്റ് ജിജിയായി, അതുകൊണ്ട് നമ്മൾ പുതിയ 2 ഹെൽമെറ്റ് വാങ്ങിച്ചു. ഇത് സ്റ്റഡ്സിന്റെ ഹെൽമെറ്റ് ആണ്, മഞ്ഞ കളർ ഹെൽമെറ്റ്. മറ്റേ എവിടെ ശേറ മറ്റേ കാണിച്ച്. നമ്മളിപ്പോ പാലാരിവട്ടത്തെ ബ്ലോക്കിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അബിയുടെ പഴയ മോഡൽ സെയിം സാധനം, അവനത് അതിന്റെ പുതിയത് വാങ്ങിച്ച്. ഇത് ഫുൾ ഫേസ്, ഇത് മറ്റേ ഹാഫ് ഫേസ്, അങ്ങനത്തെ ഹെൽമെറ്റ് ആണ് 2 വാങ്ങിച്ചിരിക്കുന്നത്. കൊള്ളാല്ലേ, നല്ല സാധനമാണ്, കുഴപ്പമില്ലല്ലോ. ഇത് വീഗയുടെ ആണ്, ഇത് സ്റ്റഡ്സിന്റെ ആണ്. സ്റ്റഡ്സിന്റെയും വീഗയുടെയും ഹെൽമെറ്റ്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും ഇറങ്ങണം എന്നുണ്ടെങ്കിലും ഇച്ചിരി ബ്ലോക്കിൽ കിടന്ന് കഷ്ടപ്പെടണം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് മാത്രമേ ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്. ആംബുലൻസിന് പോകാൻ പോലും സ്ഥലമില്ല എന്നുള്ളതാണ് കഷ്ടം. അവിടെ സിഗ്നൽ കിടക്കാണ് മുമ്പില്. എന്നാ പിന്നെ ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ സിഗ്നലിൽ നിന്ന് ആൾക്കാർക്ക് മുന്നോട്ട് പോയിക്കൂടെ അല്ലേ? അയ്യോ, ഇത് എന്താ? ലണ്ടൻ ബസ്, അടിപൊളി. എനിക്ക് വയ്യ. ലണ്ടൻ ബസ് ഓടിച്ച് നടക്കുന്ന ഋഷിക്കുട്ടിനെ കണ്ടോ? കൊച്ചിയിൽ ലണ്ടൻ ബസ് ഓടിച്ച് നടക്കുന്ന ഋഷിക്കുട്ടൻ. അമ്മ 2 പില്ലോ കൂടെ നമ്മൾ വീട്ടിലെത്തിച്ച് വന്നിരിക്കുകയാണ്. നമ്മള് നാട്ടസ്കോട്ടിൽ പോയ സമയത്ത് ഞാൻ 2 പില്ലോ ട്രൈ ചെയ്തായിരുന്നു. കാരണം ഞാൻ ഐക്യന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന പില്ലോ ശരിക്കും ഇവർക്കെല്ലാം ഓക്കെയാണ്, പക്ഷെ എനിക്കത് പാളിപ്പോയി. എനിക്ക് പെടല് ശരിയാകുന്നില്ലായിരുന്നു. അപ്പൊ ഇവിടെ പോയപ്പോൾ അവിടെ 2-3 പില്ലോസ് കണ്ടപ്പോഴത്തേക്കും ട്രൈ ചെയ്താൽ അമ്മ ഇത് അമ്മ യൂസ് ചെയ്യുന്ന മറ്റേ കെർവിക്കൽ പില്ലോ അത് ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇത് അതിന്റെ വലുത്. മറ്റേ നീളം കുറവല്ലേ? അപ്പോ ഇത് അതിന്റെ വലിയ സാധനം. ഇതിന് കവറുണ്ട്, ആ കവർ ഇട്ടിട്ട് അപ്പോ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ബില്ലാണ്. ഇത് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ്സ് കൂടുതലാണെങ്കിൽ ഇത് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞുണ്ടോ. ഇതിനകത്ത് ഫില്ലിങ്സ് കുറയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. തുറക്കുന്നതല്ലേ? കടന്നു നോക്കട്ടെ, ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് പില്ലോയും മാട്രസും ഒക്കെ നമുക്ക് പറ്റുന്ന രീതി കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ മാട്രസ് ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പന്റെ ഓർത്തോപെഡിക് മാട്രസ് ഓക്കെ അല്ലേ? ഞാനിവിടെ നമ്മൾ ഈ വീട്ടില് നടുവേദനയില്ല. അപ്പനാണ് ഏറ്റവും കൂടുതൽ നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് അവരുടെ ആകെയുള്ള ഡിമാൻഡ് നല്ലൊരു മാട്രസ് വേണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചു. അത് അവര് ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സംതൃപ്തമായിട്ട് സന്തോഷമായിട്ട് ഉള്ള ആളുകളുടെ ഫീഡ്ബാക്കോടുകൂടിയുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ എൻ്റെ അപ്പനാണ് ഓർത്തോപെഡിക് മാട്രസിൽ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അല്ലേ? ഹാപ്പിയാണ്, അവര് ഓക്കെയാണ്. ഞങ്ങളെല്ലാവരും വാങ്ങിച്ച മാട്രസിൽ ഞങ്ങൾ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ മാട്രസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് വിത്തിൻ 100 days പല മാട്രസ് കമ്പനികളും മാറ്റി വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. നിന്റെ മാട്രസിൽ നീ സന്തുഷ്ടനാണോടാ? സന്തുഷ്ടനാണ്. ആണല്ലേ? സംതൃപ്തനാണല്ലോ അല്ലേ? നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടി പോവല്ലേ? നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയിക്കോ, ഞാനും ഋഷിയും ചേരാൻ കട ലുലു മാളിൽ പോവാം. അങ്ങനെ ഫൈനലി ഋഷിക്കുട്ടൻ ഇപ്പൊ എവിടെയാ? ലുലു മോൾ. ഋഷിക്കുട്ടൻ ലുലു മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എന്തോ ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഏതാ? അവനെ ട്രെയിനിൽ പോണോന്ന്, അവനെ ട്രെയിനിൽ കൊണ്ടുപോകണമെന്ന്. മോനെ നീ അറിഞ്ഞ ശുചിത്വ നീ പെട്ടു. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. താരകണെന്ന് പറഞ്ഞപ്പോ സെക്കൻഡ് ഫ്ലോറിൽ കൂടെ കയറി പോയാൽ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഫണ്ടോറുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞതല്ലേ സാറിനോട്. എന്താ ഋഷി ഇവിടെ? എന്റെ പൊന്നെ, ഇവിടെ ഫുൾ കാറും കുതിരയും സംഭവങ്ങളൊക്കെ ആണല്ലോ. ആ ബാബുവിനെ കളിപ്പിക്കാമേ അപ്പ കേട്ടോ. ഇവിടെ എല്ലാം കളിയാണ് കണ്ടാ. ഞങ്ങൾ കുറെ നാളായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. നമ്മളിപ്പോ വന്നപ്പോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ടല്ലേ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് കളിക്കാമേ കേട്ടോ. നമ്മളിപ്പോ എവിടെയാ? ഋഷിനോട് ചോദിച്ചപ്പോ ഋഷി പറയത്തില്ലേ? ബാബുവിന് കളിക്കാൻ പോവാട്ടോ. എന്തിനാ ഇവിടെ വന്നേ? നമ്മൾ ഇന്നിവിടെ ഡിന്നർ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറയുന്നു.
Good evening. Good evening, ladies and gentlemen. നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ച 3 പേരാണ്. സുജിത് ഭക്തൻ, ശ്വേത ഭക്തൻ. ശ്വേത ചേച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ. ബിക്കോസ് 2020 കോവിഡിന്റെ സമയത്ത് നമ്മളൊരു ലൈവ് സെഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആൻഡ് ആ സമയത്ത് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുജിതേട്ട. ശ്വേത ചേച്ചിയാണോ സുജിതേട്ടനാണോ സംസാരിക്കുന്നത്? സുജിതേട്ടൻ ഈസ് ലൈക്ക് ശ്വേത, ശ്വേത ചേച്ചി ഈസ് ലൈക്ക് സുജിത്. പെർഫെക്റ്റ് കപ്പിൾ, റൈറ്റ്? ഓൾറൈറ്റ്, സുജിതേട്ട നമുക്ക് തുടങ്ങാം. ഭീകരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്ന നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ റൊമാൻസ് ആരംഭിച്ചത്. ശരിക്കും ലുലുവായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങള് കല്യാണം കുറച്ച് എൻഗേജ്മെന്റിന് ശേഷം ഒരു 1 year ടൈം ഉണ്ടായിരുന്നു. ഈ 1 year ഞാനന്ന് പത്തനംതിട്ടയിലും ഷെയർ എന്ന എറണാകുളത്ത് വരുന്നു. ഞാൻ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും വീട്ടിൽ ഷോപ്പിംഗ് മോൾ, ഡ്രസ് എടുക്കാൻ പോകും, പിന്നെ എന്തെങ്കിലും വിൻഡോ ഷോപ്പിങ്ങിന് പോകും, പിന്നെ ഫുഡ് കഴിക്കാൻ പോകും, സിനിമയ്ക്ക് പോകും. അപ്പൊ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ റൊമാൻറ്റിക് മൂവ്മെന്റ്സ്. ഡ്രസ് എടുക്കാൻ ഷെയർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഡ്രസ്സിംഗ് റൂം ആകുമ്പോൾ കുറച്ച് ഇന്റിമസി കിട്ടും. റൊമാൻറ്റിക് തിങ്. പിന്നെ ഞങ്ങള് ഫസ്റ്റ് ട്രിപ്പ് പോയത് ടു ലങ്കാളി. അതൊരു ഹണിമൂൺ ട്രിപ്പ്. അത് ഞങ്ങളുടെ മോസ്റ്റ് റൊമാൻറ്റിക് ട്രിപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങള് ഒരുമിച്ച് യാത്ര ചെയ്ത എല്ലാ ട്രിപ്പുകളും റൊമാൻറ്റിക് ഒക്കെ ആയിരുന്നു. പിന്നെ റൊമാൻസിനൊക്കെ അടി ഭാഗമൊക്കെ വരും. അതൊക്കെയാണല്ലോ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ രണ്ടു സോറി പറയാറില്ല, രണ്ടു ഒരേ വാസിക്കാരെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കുഞ്ഞു പ്രാവുകളുടെ മനസ്സുള്ളവരായതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗെയിം ആയിരുന്നു. റെഡിയാണോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാമോ? സൺ മൂൺ എർത്ത് ഗെയിം കളിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. 1 2 3 സൺ മൂൺ എർത്ത്. ഇനി ചോദിച്ചേ, എന്നെ നേരെ നോക്കണേ. ഓക്കെ, സൺ മൂൺ എർത്ത്, സൺ മൂൺ എർത്ത്, സൺ മൂൺ എർത്ത്. എർത്ത് മുകളിലാണോ ഉള്ളത്? അത് കൊള്ളാം. അതെ, ഇതാണ് ഗെയിം. എന്റെ ഓളത്തിനങ്ങ് പോരരുത്. ചേച്ചി ഡാൻസ് കളിച്ച് വരും. ഗൈസ് റെഡി? മരാമ ചേച്ചി റെഡി? യെസ്. കളിയാക്കുന്നേ ഇതിന്റെ മോൻ വരെ ഇതിനെ കളിയാക്കുന്നേ. റെഡി? ഡയലോഗ് അല്ല, ഒരു 2-3 ലൈൻസ് ഞാനൊന്ന് പറയാൻ പോവാ കേട്ടോ. അതൊന്ന് അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാലോ. വളരെ സിമ്പിൾ ആണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ആരും ഓടരുത് എന്നുള്ള അപേക്ഷയിൽ. ഓക്കെ, റെഡി? റിപ്പീറ്റ് ആഫ്റ്റർ മീ. കള്ളക്കള്ളം കള്ളക്കള്ളമിളകുമൊരറിവിൽ നിങ്ങളിലൊരു കുളിരൊരു പുളകം. അരെ വാ, എന്തോ ഒരു പുളകം. എന്ത് നല്ല എളുപ്പമുള്ള സംഭവം. ചേച്ചി ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചിലത് പറഞ്ഞു നോക്കാമോ? ഇത് നമുക്കേ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കണം കേട്ടോ. രാത്രി മുഴുവനുള്ള പരിപാടിയല്ല. പെട്ടെന്ന്. കള്ളക്കള്ളം ഇളകും ഇളകും ഒരരുവിയിലല്ലെങ്കിൽ ഒരു കുളി ഒരു പുളകം. ഒരു പുളകം എന്താ? ഓരോട് പറയട്ടെ. ഇംഗ്ലീഷ് പറഞ്ഞേക്കാം, മലയാളം മതി. മലയാളത്തിൽ എളുപ്പമുള്ളത് ചേച്ചി ഒന്ന് പറഞ്ഞതാ. നമുക്ക് മലയാളത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുജിതേട്ടന് ഞാൻ വേറൊരു കാര്യം തരാൻ പോവാം. ഓക്കെ, ഇത് വേണ്ട, ഇത് ടാസ്കും അല്ല, സുജിതേട്ടന് എളുപ്പമുള്ള കാര്യം. സുജിതേട്ടൻ ഇന്ന് വരെ ചോദ്യമാണ്. ഓക്കെ, നമ്മളുമായിട്ട് ഷെയർ ചെയ്താൽ മതി. സുജിതേട്ടൻ ഇന്ന് വരെ പോയ യാത്രകളിൽ പെട്ടുപോയി എന്ന് തോന്നിയ മൊമെന്റ് ആണ്. ഇന്ന് വരെ പോയ യാത്രകളിൽ പെട്ടുപോയി വരണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു യാത്ര, ഒരു ജേർണി ഏതാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ഓർത്ത് റീകളക്ട് ചെയ്യാൻ പറഞ്ഞാൽ. പെട്ടുപോയി എന്ന് വിചാരിച്ചൊരു യാത്ര ഉണ്ടായിട്ടില്ല. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയായിരുന്നു 2020 മാർച്ചിൽ. അന്ന് ഞാൻ ആ രാജ്യത്ത് പോയിട്ട് 93 ദിവസം ഞാൻ പെട്ടുകിടന്നു. 2020 മാർച്ച് എന്ന് പറയുമ്പോൾ കോവിഡിന്റെ സമയത്ത്. ഞാൻ മൊറോക്കോയ്ക്ക് പോയായിരുന്നു. പോകുന്ന സമയത്ത് ഭാര്യ
ആശങ്കകൾ തുടങ്ങിയ സമയം കോവിഡ് ഒക്കെ അല്ലേ, നമുക്ക് വരും പോകും എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഇരുന്നാൽ നമ്മുടെ പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരാ. പോയിട്ട് ഞാൻ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം വൈകിട്ട് 4 മണിയായപ്പോൾ അറിയിപ്പുണ്ടായി ഇന്ന് രാത്രി 7 മണിക്കുള്ള എയർപോർട്ട് തുടങ്ങി. അതായത് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആദ്യം നമ്മൾ അവിടെ ലോക്ക്ഡൌൺ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ചെയ്യുന്നത്. പിന്നെ എന്ത് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയാതെ മറ്റൊരു രാജ്യത്ത് ഈ പറഞ്ഞ അപ്പൊ എന്ത് ശ്വേത വിളിച്ചു പറയും അന്നേ ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ 93 ദിവസം അവിടെ രാജ്യത്തിരുന്നു. സഹായിച്ച് വിമാനം എടുത്ത് തിരിച്ചു തരാൻ സാധിച്ചു. ഡൽഹിയിലേക്കാണ് വരാൻ പറ്റിയത്. 7 ദിവസം ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ ക്വാറന്റൈൻ ഇരുന്നു. അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് 14 ദിവസം വീട്ടിനുള്ളിൽ ക്വാറന്റൈൻ ഇരുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ വോൺ ചെയ്തിട്ട് അത് പോവാനുള്ള ഒരു ധൈര്യം ഉണ്ടോ അത് ചോദിക്കുന്നത്. ശേഷം ഇപ്പൊ ഭാര്യ പറയുന്നത് കേൾക്കാറുണ്ട്. അതാണ് ശ്വേത ചേച്ചിക്ക് പാനിപൂരി കഴിക്കാണോ ഋഷി? അതില് ഞാൻ നീ കഴിക്കത്തില്ല എന്ന് പറഞ്ഞേ. എന്നിട്ട് അവന് വേണം. പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളിവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം, പിന്നെ ചിക്കൻ കറി, പാനിപൂരി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ്. Thank you so much, Shishi. Thank you so much. എന്താ വേണ്ടേ? ബാബാ ഞങ്ങള് പോവാ. ബാ ഇങ്ങോട്ട് വാ, നമുക്ക് കളിക്കാം, പിന്നെ വരാം. ഇത് ഗൗതം, ഇത് സോണി. ഇവര് ഗൗതം മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്ന ആളാണ്. ഇത് പാട്ടുകാരിയാണ്. നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ശരി, ഞാൻ പോട്ടെ. ബൈ ബൈ. നമ്മുടെ ലുലുവിലെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഡിന്നറെല്ലാം കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. തിരിച്ച് നമ്മൾ വണ്ടി തിരിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇതാരാ? ഋഷിയാണോ? മോന്റെ പേരെന്താ? ഋഷിക്കുട്ടൻ. മോന്റെ പേരെന്താ? എന്താ പറയുന്ന കേട്ടോ, ഋഷിയസ് ഭക്തൻ എന്ന്. ഗുഡ് ബോയ്. എന്റെ കൊച്ചു പേര് പറയാനൊക്കെ പഠിച്ചു. വാട്ടർ ഫൗണ്ടർ ഉണ്ടല്ലോ അവിടെ. ഋഷിയസ് ഭക്തൻ. ഋഷിയസ് ഭക്തൻ എവിടാ താമസിക്കുന്നേ? ഹോട്ടലോ? എവിടെ താമസിക്കുന്നേ? ഋഷിയുടെ വീട് എവിടെയാ? എവിടെ? പാലാരിവട്ടത്ത്. പാലാരിവട്ടത്ത് എവിടെ താമസിക്കുന്നേ? എവിടെ താമസിക്കുന്ന പാലാരിവട്ടത്ത്? എവിടെ താമസിക്കുന്നേ? ഏത് വീട്ടിലാ? ശരിയാണോ? പാലാരിവട്ടം അല്ലേ? ഏത് ഫ്ലോറിലാ ഋഷിയുടെ ഫ്ലാറ്റ്? ഏത് ഫ്ലോറാ? 17th ഫ്ലോറിലാ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുവോ? 17th ഫ്ലോർ. ഇങ്ങോട്ട് വാ. അവര് വഴക്ക് പറയുന്ന കണ്ടോ? ഇങ്ങോട്ട് വാ. ദിവസമായിരുന്നല്ലേ ഇന്ന്? എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. വെറുതെ ഇരുന്ന ഒരു ദിവസം അത് ലുലുവിൽ വിളിച്ച് അവര് ഡിന്നറൊക്കെ തന്ന് ഹാപ്പി ആയി അല്ലേ? നൈസ്. നമ്മുടെ തിരിച്ചു വന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാട്രസ് വാങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് ദം. മാട്രസ് ക്ലബിനെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് വീടിന്റെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉറപ്പിക്കാനുണ്ടോ?
ഇനിയൊന്നും ഇല്ല. കൊറേ വെറുപ്പിച്ച് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ട് വെറുപ്പിക്കലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയും വെറുപ്പിക്കും ഗൈസ് അല്ലേ? ഇതെന്തായാലും വീടിന് നമ്മൾ കാണിച്ചില്ല. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിച്ചത്. ഇറക്കി വിടറിയോ അവനെ കളിക്കണമെന്ന്, കളിപ്പിക്കാൻ. പിന്നെന്താ, നിങ്ങൾ എല്ലാവരും കുറെ ദിവസമായിട്ട് കുറെ കാര്യങ്ങൾ കമന്റ് ചെയ്തു. ഞങ്ങളൊക്കെ കമന്റുകളൊക്കെ കാണാറുണ്ട്, എല്ലാ കമന്റ്സും കാണാറുണ്ട്. വി ആർ സോ ഹാപ്പി. വേറൊന്നുമില്ല, നമ്മുടെ അടുത്ത വിദേശ യാത്ര ഒരെണ്ണം ആരംഭിക്കുന്നുണ്ട്. ജപ്പാനിലേക്കാണ് വീണ്ടും പോകുന്നത്, ഒരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി. അതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോകളും കൂടെ വരുന്നുണ്ട്, കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. സീ യു ടുമോറോ. ബൈ.